നമസ്കാരം. മികച്ച കർഷകരെയും പുത്തൻ കൃഷിരീതികളും പരിചയപ്പെടുത്തുന്ന നാട്ടുപച്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് പൊതുവെ കൃഷി ചെയ്യാൻ വലിയ താല്പര്യമാണ്. എന്നാൽ പലരും പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയ ശേഷമാകും കൃഷിയിലേക്ക് തിരിയുക. പ്രവാസിയായി തുടരുമ്പോഴും വിപുലമായി കൃഷി ചെയ്യുന്ന ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എറമംഗലത്ത് ഷിഹാബ്. കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് വീടിനോട് ചേർന്ന സ്ഥലത്തെ മികച്ചൊരു ഫാമാക്കി മാറ്റിയിരിക്കുകയാണ് ഷിഹാബ്. ഇന്നാദ്യം ഷിഹാബിന്റെ ഫാമും കൃഷിരീതികളും അടുത്തറിയാം. കൊടുങ്ങല്ലൂരിനടുത്ത് എറിയാടാണ് എറമംഗലത്ത് ഷിഹാബിന്റെ കൃഷിയിടം. വീടിനോട് ചേർന്ന ഒരേക്കർ സ്ഥലത്താണ് സമ്മിശ്ര കൃഷി ചെയ്യുന്നത്. കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്താണ് കൃഷിയിടം ഒരുക്കിയത്. എല്ലാത്തരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒപ്പം മൃഗപരിപാലനവും എല്ലാം ഒരേക്കറിൽ തയ്യാറാക്കി. വിദേശത്ത് വ്യവസായിയായി ജീവിതം നയിക്കുന്നതിനിടയിലാണ് ഇഷ്ടവിനോദമായ കൃഷിക്ക് സമയം കണ്ടെത്തിയത്. ഇഷ്ടവിനോദത്തിനൊപ്പം വിഷരഹിത പച്ചക്കറി എന്ന ആശയവും കൂടി ആയപ്പോൾ കൃഷിയിൽ 100 മേനിയാണ് വിളയിച്ചത്. ഞാൻ ഒരുപാട് നാളായിട്ട് ഗൾഫിൽ ഏകദേശം 10-20 വർഷമായിട്ട് ഗൾഫിലാണ്. അപ്പോൾ അവിടെ നമ്മൾ നിൽക്കുമ്പോൾ നാട്ടിലെ പച്ചപ്പും ഇവിടുത്തെ ഓരോന്ന് കാണുമ്പോഴും മനസ്സിലെത്തിയ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് അന്ന് മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അതിന് സാഹചര്യം ഒത്തു കിട്ടിയപ്പോൾ പിന്നെ ഒട്ടും താമസിച്ചില്ല, നാട്ടിൽ വരികയും അതിന് പറ്റിയ സ്ഥലം ഒപ്പിച്ചു. അവിടെ അത് പ്രാവർത്തിക മാറ്റാൻ പറ്റുമോ എന്ന് ശ്രമിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷമായി. 4 വർഷം കൊണ്ടാണ് ഞാൻ ഈ രീതിയിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇന്ന് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിഷരഹിതമായ പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിന്നാണ് ഞാൻ ഇതുപോലൊരു തോട്ടം ഉണ്ടാക്കുന്നതിനെ പറ്റി ആദ്യമായി ചിന്തിക്കുന്നത്. നമുക്ക് ആവശ്യമായ പച്ചക്കറികളും എല്ലാം നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് ഈ ഒരു തോട്ടം. വീട്ടിൽ മനോഹരമായ ഒരു ഗാർഡൻ തന്നെ തയ്യാറാക്കി. എവിടെ നോക്കിയാലും പച്ചപ്പും പൂക്കളും. വീടും കൃഷിയിടവും കൃത്യമായി തരംതിരിച്ചു. എല്ലാ പച്ചക്കറികളും നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുന്നു. ഒരു വശത്തായി നോനിപ്പഴവും കായിട്ട് നിൽക്കുന്നു. ഇതിന്റെ ഗുണങ്ങൾ അറിയാതെ നട്ടതാണ് ഷിഹാബ്. ഒരു ഭാഗത്ത് പഴവർഗ്ഗങ്ങൾ മാത്രം നട്ടുപരിപാലിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ സപ്പോട്ട, മാതളം, മാജിക് ഫ്രൂട്ട് എന്നിങ്ങനെ പലതും നന്നായി പരിപാലിക്കുന്നു. എനിക്കിതിലൊരു ഫ്രൂട്ട്സിൻ്റെ മാത്രം ഒരു തോട്ടം ഉണ്ടാക്കണമെന്ന് അതിയായ ഒരാഗ്രഹമുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ മേടിക്കുന്ന എല്ലാ ഫ്രൂട്ട്സുകളും ഈ ഒരു ചെറിയൊരു ഏരിയയിൽ അത് മാത്രം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ തുടക്കങ്ങളൊക്കെ ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്ന് പൂർത്തീകരിക്കാനുണ്ട്. വരും വർഷങ്ങളിൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. ഇപ്പോൾ ശരിക്കും നമ്മൾ സാക്ഷാത്കാരത്തിൻ്റെ ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതൊരു പൂർണ്ണരൂപത്തിലെത്തിയ ഒരു സംതൃപ്തി ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിൽ നിൽക്കുന്നില്ല. ഇനിയും ഇതൊന്നും കൂടെ വിപുലമായി ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഞാനും എൻ്റെ കുടുംബവും കൂട്ടുകാരിലും ആണ് ഇത് ഒതുങ്ങിയിരിക്കുന്നത്. കുറച്ചും കൂടെ വിപുലീകരിച്ചൊരു കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടെ മുകളിലേക്ക് കൊണ്ടുവരുന്നതാണ് ആഗ്രഹമുള്ളത്. അതിനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ തന്നെ കൃഷിയോടുള്ള താല്പര്യമാണ് ബിസിനസ് തിരക്കുകൾക്കിടയിലും വിദേശത്ത് നിന്ന് ഇദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് ഷിഹാബിനുള്ളത്. ബാപ്പയും ഉമ്മയും ഭാര്യയും 4 മക്കളും അടങ്ങുന്നതാണ് ഷിഹാബിന്റെ കുടുംബം.
ഓരോരുത്തരും അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്തു പോരുന്നു. പല തലങ്ങളിലായി വാഴകൾ ഒരു വശത്ത് നട്ടിരിക്കുന്നു. വളരെ അടുത്താണ് ഇവ നട്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ വാഴ നന്നായി വളർന്നിട്ടും കുലകൾക്ക് വലിപ്പം ഉണ്ടായിരുന്നില്ല. അതിനുള്ള ഒരു പരീക്ഷണത്തിലാണ് ഇത്രയും അടുത്ത് വാഴ നടുന്നത്. ഞാൻ പ്രവാസിയായിരിക്കുമ്പോൾ തന്നെ ഗൾഫിൽ അത്യാവശ്യം നമ്മളുടെ മാതിരി ഒരു ചെടിച്ചട്ടിയിൽ അത്യാവശ്യം തക്കാളി ആയാലും അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്തിരുന്നു. നമുക്ക് ചെറിയൊരു ഇതിൽ നിന്നുകൊണ്ട് അവിടെ നമ്മൊരു തണ്ട് ചീര വളർന്നു വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. മാർക്കറ്റിൽ കിട്ടാനിട്ടല്ല, പക്ഷെ അത് നമ്മളുടെ റൂമിൽ അത് ഉണ്ടാക്കുമ്പോഴുള്ള ഒരു സന്തോഷം അതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നാട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടുത്തെ കൃഷിഭവൻ നല്ലൊരു സപ്പോർട്ടാണ് ഇതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്നത്. ഒരുപാട് ട്രെയിനിങ്ങുകൾ, കാരണം പല പ്രൊജക്റ്റുകളിലും എന്നെ അംഗമാക്കുകയും പിന്നെ ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന കൃഷി ഓഫീസറും ഇപ്പോഴുള്ള കൃഷി ഓഫീസറും അവരുടെ ഒരുപാട് ഇതില്ല വെച്ച് കഴിഞ്ഞാൽ PKY എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ആത്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അത് ശരിക്കും ഒരു 2 വർഷമൊക്കെ ഒരുപാട് ട്രെയിനിങ്ങുകളും ഒരുപാട് ക്ലാസ്സുകളും പരിശീലനങ്ങളൊക്കെ അവർ വിളിച്ച് നമുക്ക് തന്നിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടും കൂടി കുറേ ഇത് നന്നാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ടായ ഒരു ഇത്. എറിയാട് ഒരു തീരപ്രദേശമാണ്. അതിനാൽ അവിടെ കൃഷി ചെയ്യുന്നതിന് നല്ല തയ്യാറെടുപ്പ് വേണം. ആദ്യം മണ്ണിനെ അതിനായി പരുവപ്പെടുത്തിയെടുക്കണം. അത്തരം വെല്ലുവിളി ഏറ്റെടുത്ത് തന്നെയാണ് ഷിഹാബ് കൃഷിയിലേക്ക് ഇറങ്ങുന്നതും. ഇത്തരം മണലിൽ നന്നായി കൃഷി ചെയ്യാം എന്ന് കാണിച്ചു തരിക കൂടിയാണ് ഈ കൃഷിത്തോട്ടം. ഈ ഭൂമിയെപ്പറ്റി മണ്ണ് അനുയോജ്യമായോ എന്നുള്ളതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കൃഷിയുടെ ഭാഗത്ത് അതിന് വേണ്ട ജൈവവളങ്ങളെല്ലാം മിശ്രിതം തയ്യാറാക്കിയിട്ട് ഗ്രോ ബാഗിലാണ് ഞാൻ ആദ്യം ഇവിടെ കൃഷി സ്റ്റാർട്ട് ചെയ്തത്. ശേഷം ഗ്രോ ബാഗിനേക്കാൾ കുറച്ചും കൂടെ വ്യാസവും വ്യാപ്തിയൊക്കെ വേണമെന്ന് കണ്ടപ്പോൾ അത് ഭൂമിയിലേക്ക് മാറ്റി 1 മീറ്റർ വ്യാസത്തിൽ ജൈവവളത്തെ കൊടുത്ത് ആ മണ്ണിനെ പരുവപ്പെടുത്തി അതിലാണ് വീണ്ടും വലിയ വലിയ കൃഷികൾ ചെയ്ത് നോക്കിയത്. ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നതിന് കൃഷിവകുപ്പിന്റെയും കൃഷിഭവന്റെയും മികച്ച പിന്തുണ കൂടി ലഭിച്ചു. കൃത്യമായ നിർദ്ദേശങ്ങൾ കൃഷി ഓഫീസർമാർ നൽകി. നമ്മളുടെ ഇവിടെ ഒരു പ്രതികൂല സാഹചര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ കടലിനോട് ഇത്ര അടുത്ത് കിടക്കുന്നുണ്ട് ഓഖി പോലെയുള്ള ദുരന്തങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു വില്ലുണ്ടെങ്കിൽ അത് കൃഷി ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ കർഷകർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഉത്തമ മാതൃക തന്നെയാണ്. കാരണം ഇത്ര നല്ല നമ്മളുടെ ഇപ്പോൾ പശുവിൻ്റെ ചാണകം അങ്ങനെയുള്ള ഈ വേസ്റ്റാണ് മുഴുവനും ഈ ചെടികൾക്ക് വളമായിട്ട് നമ്മൾ നൽകുന്നത്. അപ്പോൾ അത് അത്രയും ജൈവാംശം മണ്ണിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചൊരിമണ്ണിലായിട്ട് കിടക്കുന്ന ആ പ്രദേശം കൂടെ നല്ല ഫെർട്ടൈലായിട്ടുള്ള മണ്ണാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കിപ്പോൾ ഇവിടെ മത്സ്യകൃഷി നല്ലോണം സാധ്യതയുള്ളതാണ്. അപ്പോൾ ആ മത്സ്യകൃഷി, അതുകൂടാതെ പച്ചക്കറി കൃഷി, ഈ മണ്ണ് ഒട്ടും ഫെർട്ടൈൽ അല്ലാത്ത മണ്ണാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വളങ്ങൾ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ കോഴി, താറാവ്, ആട്, അങ്ങനെ പശുവിൻ്റെ ചാണകം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ പ്ലോട്ടിലേക്ക് തന്നെ റീസൈക്കിൾ ചെയ്യാനായിട്ടും നമ്മുടെ മണ്ണ് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ബാക്കിയുള്ള കർഷകർക്കൊരു മാതൃകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥലം ഇത്രയും നല്ല രീതിയിൽ കൃഷിക്ക് ഉപയുക്തമാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നല്ലൊരു എക്സാമ്പിളാണ് ഷിഹാബ്. അപ്പോൾ കൃഷിഭവനിൽ നിന്ന് നമ്മൾ വിവിധ സ്കീമുകളിൽ നമ്മൾ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആത്മയുടെ സ്കീമിൽ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം IFSന് നമ്മളൊരു സ്കീമുണ്ട്. അപ്പോൾ ആ സ്കീമിൽ നമ്മൾ ധനസഹായം നൽകിയിട്ടുണ്ട്. കൂടാതെ PKVY എന്ന് പറയുന്ന ജൈവ കൃഷിക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിലും നമ്മൾ ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വിവിധ പരിശീലനം, പല രീതിയിലുള്ള പരിശീലനങ്ങൾ നമ്മൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ
കൃഷി വകുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പരിശീലനം കർഷകരെ അതിന് വേണ്ടി അവരെ എന്താ പറയുക അതിനു വേണ്ടി നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും പരിശീലനം വഴിയും ധനസഹായം നൽകിയും നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഇത്രയും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്ലോട്ടാണ്. കൃഷി ഇഷ്ടമായിരുന്നുവെങ്കിലും കൃഷിയെക്കുറിച്ച് പഠിക്കുന്നത് ഇത്തരത്തിൽ വിപുലമായ രീതിയിൽ കൃഷി ചെയ്തപ്പോഴാണ്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവയെല്ലാം ചെയ്യുന്നത്, അല്ലാതെ വ്യാവസായിക ആവശ്യത്തിനല്ല എന്നതും ശ്രദ്ധേയം. തക്കാളിയും പച്ചമുളകും പറിക്കാൻ പാകമായി നിൽക്കുന്നു. 3 മഴമറകളാണ് ഇവിടെ. ഇതിലെല്ലാം പച്ചക്കറികൾ കായ്ച്ചു നിൽക്കുന്നു. ഒരു മഴമറയിൽ ക്യാബേജും കോളിഫ്ലവറും ബ്രോക്കോളിയും നന്നായി പരിപാലിക്കുന്നു. അത് ഓരോന്നും 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മളുടെ കാലാവസ്ഥ ഏത് സമയത്തും മഴ വരാനും അതൊരു സിസ്റ്റമാറ്റിക് അല്ല എപ്പോഴും. അപ്പോൾ എല്ലാം ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് മാറിയിട്ട് നമുക്ക് കൃഷി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇടവേള കൃഷികൾ നടത്താൻ പറ്റില്ല. അപ്പോൾ റെയിൻ ഷെൽട്ടർ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് അതിൽ കൃഷി നടത്താൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർഷം മുഴുവൻ നമുക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യം അതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരേക്കറിന്റെ 30 സെന്റ് സ്ഥലം കോഴികൾക്കും താറാവിനും ആടിനുമായി മാറ്റി. 30 താറാവുകളുണ്ട്, 30 മുകളിൽ കോഴികളും. ഗിനിക്കോഴി, ടർക്കി, നാടൻ, കരിങ്കോഴി എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള കോഴികളും ഇവിടെയുണ്ട്. കൂട്ടിനുള്ളിലായി അലങ്കാര കോഴികളെയും വളർത്തുന്നു. ഫാമുകളിലൊന്നും പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മുടെ മനസ്സിൽ ഐഡിയയിൽ തോന്നിയ മാതിരി ഓരോന്നോരോന്ന് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാണ്. ഒരു പക്ഷിയുടെ ഒരു കൂടി ഞാൻ ഉണ്ടാക്കിയത് ഇതുപോലെ തായ്ലാൻഡിൽ ഞാൻ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ പോയപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു അനുഭവം. അതിൻ്റെ ഇതിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അതുപോലൊരു കൂട് ഇവിടെ വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ പക്ഷികൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കൂട് ഉണ്ടാക്കിയത്. കാരണം അവിടെ പോയപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ രീതിയിലാണ് ആ പക്ഷിക്കൂട് ഞാൻ നിർമ്മിച്ചേക്കുന്നത്. മലബാറി ഇനത്തിലുള്ള ആടുകളാണ് അധികവും. ആടിനു വേണ്ടി മനോഹരമായ രീതിയിൽ കൂട് തയ്യാറാക്കി. തടി കൊണ്ടാണ് തറയൊരുക്കിയത്. എല്ലായിടവും വൃത്തിയായി സൂക്ഷിക്കുന്നു. നമ്മുടെ പ്രദേശത്ത് വളരെ കൃത്യമായി നല്ലവണ്ണം ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഒരു കൃഷിത്തോട്ടാണ് നമ്മുടെ ഷിഹാബ് എറമംഗലത്തിൻ്റേത്. നമുക്ക് കണ്ടാലറിയാം, മിക്കവാറും ഒരു സമ്മിശ്ര കൃഷിയുടേതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ രീതിയാണ്. കാലാവസ്ഥകൾ കൊണ്ട് ഉണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ എല്ലാ കൃഷി രീതിക്കും പറ്റാവുന്ന ചില പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ വളരെ ആത്മാർത്ഥമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ, കൃഷി രീതിയോട് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരന് തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊരു മാതൃകയാക്കാവുന്ന, അഭിമാനം തോന്നാവുന്ന ഒരു രീതി അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ ഉള്ളൊരു ഫീലിംഗ്. മിക്കവാറും ആടും മീനും പച്ചക്കറിയും താറാവും കോഴിയും എന്തൊക്കെ ഉണ്ടോ ഒക്കെ നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയും. അതിന് ഏറ്റവും നന്നായി എഫക്റ്റീവായിട്ടത് പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു രീതി കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ആളുകൾ നന്നായി ശ്രദ്ധിച്ചാൽ നമുക്കിത് വെറുതെ ഒരു ഫോർമാലിറ്റിക്കല്ലാതെ ജീവിതത്തിൽ അത്യാവശ്യം അവരെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ളൊരു പണം ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയുമെന്നുള്ള നല്ല ഒരു മാതൃക തന്നെയാണ് ഷിഹാബിൻ്റേതാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഷിഹാബിന്റെ ഫാമിൽ നാടൻ പച്ചക്കറികളും വിദേശ ഇനങ്ങളും ഒക്കെയുണ്ട്. എല്ലാം നന്നായി കായ്ച്ചു നിൽക്കുകയാണ്. എല്ലായിടത്തും നേരിട്ടെത്തി പരിചരണം നൽകണമെന്നും ഷിഹാബിന് നിർബന്ധമാണ്. എല്ലാവരെയും തുറന്നിട്ടാണ് വളർത്തുന്നത്. ഒരു കൂട്ടുകുടുംബത്തിന് സമാനമായ രീതിയിലാണ് ഇവകൾ വളരുന്നതും.
നാടൻ പശുവിനെയും വളർത്തുന്നു. കാസർഗോഡ് കുള്ളനാണ് ഇവിടെ വളർത്തുന്ന പശു. വീട്ടിലേക്കുള്ള പാലിനും അതോടൊപ്പം ജൈവകൃഷിക്ക് ആവശ്യമായ വളത്തിനു വേണ്ടിയാണ് ഇവയെ വളർത്തുന്നത്. ശരാശരി 7 ലിറ്ററിനടുത്ത് പാലാണ് 2 നേരമായി ലഭിക്കുന്നത്. 2 വലിയ കുളങ്ങളിലായി മത്സ്യങ്ങളെ വളർത്തുന്നു. എല്ലാത്തരം മത്സ്യങ്ങളെയും ഇവിടെ വളർത്തുന്നുണ്ട്. കട്ല, രോഹു, ഗിഫ്റ്റ് തിലോപ്പി തുടങ്ങിയവ. അതിന്റെ ആഹാരവും ജൈവ രീതിയിൽ തന്നെയാണ്. ഈ കൃഷിയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് കൃഷിഭവൻ തന്നെയാണ് എനിക്ക് ഈ ഗ്രോ ബാഗിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തതിലും അതിനെ പറ്റിയുള്ള ഇതിൽ. അപ്പോൾ ആ ഒരു വർഷം ഞാൻ അതിൽ ചെയ്ത് നോക്കുകയും നല്ല വിളയും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നത്തെ വർഷം പുതുതായിട്ടൊരു ട്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റി അപ്പോൾ അതിൽ പരീക്ഷിച്ച് നോക്കി. പക്ഷേ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം, അഴുക്ക് കൂടുതൽ വന്ന് ഈ പൈപ്പുകൾ ബ്ലോക്ക് ആവുന്നത് ഒരു പ്രോബ്ലം. അപ്പോൾ ആ ഒരു വർഷം അതൊരു പ്രശ്നമായി വന്നപ്പോൾ പിറ്റത്തെ വർഷം വീണ്ടും ഞാൻ ഈ ആദ്യത്തെ തിരുനനയിലേക്ക് ഒന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട വളം എല്ലാം, അപ്പോൾ അതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ പശുവും ആടും കോഴിയും ഇതും എല്ലാം കൂടെ വന്നപ്പോൾ അതിൻ്റെ ഇതെടുത്ത് നമ്മളൊരു മിശ്രിത വളം ഉണ്ടാക്കുകയും അപ്പോൾ ടോട്ടലി എല്ലാം ഈ കൃഷിക്ക് വേണ്ടതെല്ലാം ഈ ഒരു പ്ലോട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാനും പിന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ പ്ലോട്ടിൽ നിന്നും, ഇറച്ചിയായാലും മീനായാലും പാലായാലും മാംസമായാലും എല്ലാം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ആസ്വാദനത്തിന് വേണ്ടി കുറച്ച് പക്ഷികളെ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയപ്പോൾ അവർക്കും സ്വതന്ത്രമായിട്ടാണ് അവർക്ക്, കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കൂട്ടിലടച്ചിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ബന്ധനം ഫീൽ ചെയ്യുന്നതിനൊരു വലിയൊരു, അവർക്ക് വിശാലമായൊരു കൂടും അവർക്കെല്ലാ സൗകര്യങ്ങളും അതിൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരാസ്വാദനം, അതിലൊപ്പം തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇതിലാണ് ഈ പ്ലോട്ട് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ജൈവകൃഷിയിൽ ഞാൻ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്, കീടങ്ങളാക്രമണം. അത് ജൈവകൃഷി അപ്പോൾ ഞാനിത് ആലോചിക്കും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ളവർ കെമിക്കൽ ഉപയോഗിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു ജൈവകൃഷി ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് ഞാൻ ആലോചിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിന് നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും നമ്മൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ പരിചരിച്ച് നടന്നാൽ മാത്രമേ നമുക്ക് ഈ കൃഷിയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ കീടനാശിനികൾ ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ തന്നെ കീടങ്ങളാക്രമണവും ഇതൊക്കെ ഒരുപാട് ഇതുണ്ട്. പിന്നെ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതാത് സമയങ്ങളിൽ ഒരു 10 ദിവസം ഇടവേള ഇട്ടിട്ട് മിശ്രിതമായിട്ട് പലതുമായിട്ട് നമ്മൾ ഇവിടെ തരുന്ന വേസ്റ്റുകൾ തന്നെ എല്ലാത്തിനും അത് ഇപ്പോൾ ഓരോ ചെടിയുടെയും വലിപ്പവും അതിൻ്റെ ഇതനുസരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കൃഷി ഒന്നിനൊന്നോട് ബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിലാണ്. കുളത്തിലെ ജലമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അതിനാൽ മികച്ച വളമാണ് ചെടികൾക്ക് ലഭിക്കുന്നത്. ജലം നഷ്ടപ്പെടാതെ കൃഷിയിടത്തിൽ തന്നെ താഴ്ന്നു പോകുന്ന തരത്തിലാണ് കൃഷിയിടം ഒരുക്കിയത്. ജലം സംഭരിക്കുന്നതിനായാണ് 2 കുളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതും. സത്യത്തിൽ കുളങ്ങൾ ഞാനിവിടെ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. കാരണം നോർമലി നമ്മളുടെ ഇവിടുത്തെ നാട്ടിലിപ്പോൾ ഞാൻ വന്നപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ വെള്ളം ഒരിക്കലും ഭൂമി കുടിക്കില്ല. പൈത്ത വെള്ളം ഭൂമി അത് കടലേ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഭൂമിക്ക് ഒരുപാട് വെള്ളം ഉണ്ട്, ദാഹമുണ്ട്. പക്ഷേ ഇത് മൊത്തം നമ്മുടെ തോടുകളും ഇതെല്ലാം കൂടെ കൊണ്ട് കടലിലേക്ക് ഒഴുക്കി വിടുന്നൊരു സംവിധാനം നാട്ടിൽ പൊതുവേ കണ്ടുവരുന്നത്. അവസാനം മഴ തീരുന്നതോടൊപ്പം നമുക്ക് കുടിവെള്ളമില്ല എന്നുള്ളൊരു പരാതിയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു. കാരണം ഇതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പ്ലോട്ടിലുള്ള തോടുകളൊക്കെ ശാസ്ത്രീയമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ അതിനെന്ത് ബാക്ക് ഫില്ല് ചെയ്തു. വെള്ളം മാക്സിമം വരുന്ന മഴവെള്ളത്തെ എൻ്റെ ഭൂമിയിൽ തന്നെ കെട്ടി നിർത്തി ഭൂമിയെ കൊണ്ട് ധാരാളം കുടിപ്പിക്കുക എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് മാറി. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ 2-3 വർഷമായിട്ട് എനിക്ക് കുടിക്കാനുള്ള വെള്ളവും മറ്റും മാത്രമല്ല, അത്യാവശ്യം നമ്മുടെ ഏരിയയിലൊക്കെ നല്ല വെള്ളമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ കൃഷിക്കും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഈ പ്ലോട്ടിൽ ഒരു തുള്ളി വെള്ളവും വേസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതേ മത്സ്യങ്ങൾ പക്ഷിമൃഗാദികൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ അവർക്കൊരു പോണ്ട് ഉണ്ടാക്കി അതിൽ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കുന്നു. ആ വെള്ളവും നമ്മളത് ആഴ്ചയിൽ അല്ലെങ്കിൽ 10 ദിവസം ഗ്യാപ്പിൽ അത് തിരിച്ച് നമ്മളെ ചെടികൾക്കും വാഴ തെങ്ങുകൾക്കും നമ്മൾ അടിച്ചു കൊടുക്കുകയും പുതിയ വെള്ളം നമ്മൾ കുളത്തിൽ നിന്ന് അതിലേക്ക് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ഭാഗത്തായി മുയലിനെ വളർത്തുന്നു, ഒപ്പം പക്ഷികളെയും.
നെല്ലുകൂടി കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഷിഹാബ്. അങ്ങനെ എല്ലാം സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഷിഹാബിൻ്റെ ഭാവി കാര്യങ്ങൾ. ഇവിടെ ആണെങ്കിൽ എല്ലാം എനിക്ക് തോന്നുന്നു സോളാർ പാനൽ വെച്ചിട്ട് അദ്ദേഹം അവിടെ നിന്നുള്ള വൈദ്യുതി ഉൾപ്പെടെയാണ്. മിക്കവാറും നമുക്കുള്ള എല്ലാ വസ്തുക്കളും ഈ പ്രകൃതിയിലുണ്ടെന്നും നമ്മൾ ചെറിയ ശ്രദ്ധ വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുമെന്നുള്ള നല്ല ഒരു ബോധ്യപ്പെടുത്തലാണ്. പിന്നെ എല്ലാവരും പരസ്പര ബന്ധിതമാണ് ഈ സാധനങ്ങളെല്ലാം. ഓരോന്നിനും ഒന്നൊന്നിന് വളമാകുക എന്ന് പറയുന്ന പോലെ ഒന്നൊന്നിനോട് ബന്ധിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നൊരു സ്ഥിതിയാണ് ഇവിടെ പൊതുവെ ഉണ്ടാക്കിയിട്ടുള്ളത്. വെള്ളത്തിന് നന്നായി ഇവിടെ സൂക്ഷിക്കാൻ കഴിയുന്നൊരു സ്ഥിതി ഇവിടെ വരുന്നു. വേസ്റ്റ് ഉണ്ടെങ്കിൽ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയും. വേസ്റ്റ് എന്ന് പറഞ്ഞുകൂടാന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു കാര്യത്തിന് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ വരുന്നു. അങ്ങനെ എല്ലാം ബന്ധിപ്പിച്ച് നല്ല പ്ലാനായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യം. ചെറുപ്പക്കാർക്കൊക്കെ ചെയ്യാവുന്നൊരു സംരംഭത്തെക്കുറിച്ചൊരു ബോധ്യപ്പെടുത്തുന്നു. നമുക്ക് നമ്മുടെ ചുറ്റുപാടൊക്കെ നമ്മുടെ തൊഴിലും അതുപോലെ തന്നെ നമുക്ക് നന്നായി അധ്വാനിച്ചാൽ പണം ഉണ്ടാക്കാൻ കഴിയുന്നൊരു പുതിയ വഴിയെക്കുറിച്ച് നല്ല ബോധ്യപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് സംഭവിക്കുന്നത്. അതുമാത്രമല്ല ആളുകളുടെ ഇടയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഷിഹാബ് ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വേറെ ആൾ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നേരെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയാണ്. ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അകലെയായിരുന്നു. കൃഷിക്കാരെന്ന് പറയുമ്പോൾ ഇടുക്കിയിൽ നിന്നോ വയനാട് നിന്നോ പത്തനംതിട്ടയിൽ നിന്നൊക്കെ പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്. അതിനപ്പുറം ഒന്നും മറ്റൊന്നും ഇപ്പം അങ്ങനെയല്ല, ഞങ്ങളുടെ കൺമുമ്പിലുണ്ട്. പണ്ട് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, അവിടെ കാണാനേ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ കാണിച്ചു കൊടുക്കാനും ഇതിങ്ങനെ പറ്റുമെന്ന് പറയാനും വേണമെങ്കിൽ ഇത്തരം സ്ഥലങ്ങളൊക്കെ പ്ലോട്ടുകളൊക്കെ സന്ദർശിപ്പിക്കാനും അതുപോലെ ബന്ധപ്പെട്ട പരിപാടികളൊക്കെ പറയാനൊക്കെ പറ്റുന്ന അവസരം വരികയാണ്. ഉറപ്പായും ഞങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനിയും അത്തരം ശ്രമങ്ങളുണ്ടാവും. ഷിഹാബ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഷിഹാബിന് വേണ്ടി മാത്രമല്ല ഈ പൊതുസമൂഹത്തിനും കൂടി ഉള്ളതാണെന്ന് വീണ്ടും അടയാളപ്പെടുത്തുന്നത്. ഷിഹാബിന്റെ കൃഷിരീതികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 9961720560. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9961720560. നാട്ടുപച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം പ്രൊഡ്യൂസർ നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. നാട്ടുപച്ചയുടെ ഈ എപ്പിസോഡും മുൻ എപ്പിസോഡുകളും ഞങ്ങളുടെ വെബ്സൈറ്റായ manorama.com-ലൂടെയും യൂട്യൂബിലൂടെയും മനോരമ മാക്സിലൂടെയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.